ഗുഡ് മോർണിംഗ്. അന്നേരം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു പരീക്ഷണത്തിലാണ് കേട്ടോ. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിപ്പോൾ നമുക്ക് ലേശം പത്തിരിപ്പൊടി ലേശം പുട്ടുപൊടിയും ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അത് രണ്ടും പത്തിരി ഉണ്ടാക്കാനും തികയില്ല, പുട്ടുണ്ടാക്കാനും തികയില്ല. അന്നേരം രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ള ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തലയിൽ ഉദിച്ചത് കേട്ടോ. അതായത് ഇതിൽ മുന്നേ സാധാ അരിപ്പൊടി കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നേരം രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ടു, അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ ഒരു ഗ്ലാസ് വെള്ളമൊന്നും പോരാ, ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൊടി ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ലേശം ചോറും ലേശം തേങ്ങയും ലേശം പെരിഞ്ചീരകവും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ചതച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിൻ്റെ അകത്തേക്കാണ് ഇത് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളൊരു പത്തിരി പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറുതായി പരത്തിയിട്ടാട്ടോ ഇട്ടത്. പക്ഷേ സംഭവം നന്നായിട്ട് പൊന്തിയൊക്കെ വന്നു കേട്ടോ. നമ്മളെ ഭൂരി പോലെ തന്നെ നല്ലോണം പൊന്തിയൊക്കെ വന്നു. സാധാ പത്തിലുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നേരം രണ്ടും കൂടെ ബാക്കി വരുമ്പോൾ തികയാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കാര്യം നടക്കുകയും ചെയ്യും, എന്തെങ്കിലും ഒരു വെറൈറ്റി ആവുകയും ചെയ്യും കേട്ടോ. എന്തായാലും സംഭവം കിടുവാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അന്നേരം സാധാ പത്തിരി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊടികൾ രണ്ടിത്തിരി വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. ഞാൻ അരി അരച്ചിട്ടും അരി പൊടിച്ച അരി കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും വെച്ചിട്ട് ആദ്യമായിട്ടാണെന്ന് മാത്രം കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ ബാക്കി വരുമ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നല്ല അടിപൊളിയായിട്ട് കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു വോയിസ് ഇടാൻ വേണ്ടി വന്നത് കേട്ടോ. അത് നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം ചിക്കൻ കറി ഇതും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ തന്നെ വേറെ പണികളൊന്നും ആയിട്ടില്ല കേട്ടോ. അന്നേരം ഇന്ന് ലൈവ് ഇല്ല, എനിക്കിന്ന് വീണ്ടും ഒന്ന് പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തോടെ നമ്മളെ പഞ്ചായത്ത് വില്ലേജ് ആവശ്യങ്ങളും താൽക്കാലികമായി തീരുമെന്നാണ് പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഇന്നിവിടെ നടന്നാൽ മതിയായിരുന്നു കേട്ടോ. ഈ വെയിലോട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബായ്.